പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. FCRA ഭേദഗതി അടക്കം നിർണായക ബില്ലുകൾ ഈ സമ്മേളന കാലയളവിൽ പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വരും. അയോധ്യ രാമക്ഷേത്ര കൊള്ള കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്താനാണ് പ്രതിപക്ഷ തീരുമാനം. പ്രതിപക്ഷ എംപിമാർ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകും. ചർച്ച അനുവദിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നീക്കം. പരീക്ഷാ ക്രമക്കേട്, E20 അഴിമതി തുടങ്ങിയ വിഷയങ്ങളും സഭയിൽ ഉന്നയിക്കും. നോബിൾ മരിക്കാരിലേക്ക് വീണ്ടും പോവുകയാണ്. വിശദാംശങ്ങൾക്കായി നോബിൾ, പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ആയുധങ്ങൾ ഒരുപാടുണ്ട് പ്രതിഷേധിക്കാൻ. അതിൽ പ്രധാനമായും അയോധ്യ ഇന്ന് ഉന്നയിക്കാനുള്ള നീക്കം, അതിൽ ചർച്ച അനുവദിച്ചില്ലെങ്കിൽ പ്രതിഷേധത്തിലേക്കും നീങ്ങും. അപ്പോൾ ഇന്ന് സഭയിൽ എന്തൊക്കെയായിരിക്കും? സുധി, ഇന്നിപ്പോൾ പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസമാണ്. വലിയ പ്രതിഷേധത്തിനായിരിക്കും പാർലമെന്റും ഇന്നിപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നതിന്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രധാനപ്പെട്ട കാര്യം ഇന്ന് അയോധ്യ രാമക്ഷേത്ര കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ സജീവമായി തന്നെ പാർലമെന്റിൽ ഉയർത്താനാണ് പ്രതിപക്ഷ തീരുമാനം. ഇന്നലെ സർവകക്ഷി യോഗത്തിൽ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരുന്നു. 11 മണിക്ക് സഭ ആരംഭിക്കുന്നതിന് മുൻപ് പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം മല്ലികാർജ്ജുൻ ഖർഗെയുടെ ഓഫീസിൽ ചേരുന്നുണ്ട്. ആ യോഗത്തിലായിരിക്കും ഏത് തരത്തിൽ വേണം പ്രതിഷേധം എന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുക. ഇതിനോടകം തന്നെ പല എംപിമാരും, മലയാളികൾ അടക്കമുള്ള എംപിമാർ ഇതുമായി ബന്ധപ്പെട്ട ഈ അയോധ്യ വിഷയം സഭാ നടപടി നിർത്തി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് അടക്കം നൽകുകയും ചെയ്തിട്ടുണ്ട്. വലിയ പ്രതിഷേധത്തിലേക്കായിരിക്കും പോവുക എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ ഒരു കാരണവശാലും അനുവദിക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാകും. വർഷകാല സമ്മേളനം അടുത്ത മാസം 13 വരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട പല ബില്ലുകളും വരുന്ന സമയമാണ്. പ്രത്യേകിച്ച് FCRA ഭേദഗതി ബിൽ അടക്കമുള്ള ബില്ലുകൾ, അതോടൊപ്പം തന്നെ ഈ മണ്ഡല പുനർനിർണ്ണയം അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ വരാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ നിരവധിയായ ബില്ലുകൾ വരുന്നു. ഇതിപ്പോൾ വന്ദേ മാതരത്തെ അവമാനിക്കുന്നവർക്കെതിരെ കർശന ശിക്ഷ നൽകുന്ന 3 വർഷം വരെ കഠിന തടവ് നൽകുന്ന ബില്ല് ഇന്നിപ്പോൾ രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതാണെങ്കിലും നിർണായകമായ ബില്ലുകൾ അടക്കം വരാനുള്ള സമ്മേളന കാലയളവാണിത്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ നിരവധി വിഷയങ്ങൾ പ്രതിപക്ഷത്തിന്റെ പക്കൽ ഉണ്ട് എന്ന് ഒരുപക്ഷെ ധർമ്മേന്ദ്ര പ്രധാൻ രാജി അടക്കമുള്ള വിഷയങ്ങളൊക്കെ വരും ദിവസങ്ങൾ ഉന്നയിക്കും. ഒപ്പം E20 പെട്രോളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത്തരത്തിൽ വലിയ പ്രതിഷേധത്തിലേക്കായിരിക്കും പാർലമെന്റിൽ കടക്കാൻ പോകുന്നത്. ആ ദിവസം തന്നെ രാവിലെ പ്രതിപക്ഷം ശക്തമായി തന്നെ പ്രതിഷേധവുമായി നടത്തുന്നത് നിലയുറപ്പിക്കാനുള്ള സാധ്യതയാണ്. പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടിയൊക്കെ രൂക്ഷമായ ഭാഷയിൽ ഈ അയോധ്യ രാമക്കൊള്ള, അയോധ്യ ക്ഷേത്രക്കൊള്ള ഉന്നയിക്കാൻ തയ്യാറായി തന്നെയാണ് ഇരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആണെങ്കിലും ഈ വിഷയമൊക്കെ ഇന്നിപ്പോൾ പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കും. ഒപ്പം രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് ഇന്നത്തെ സർവകക്ഷി യോഗത്തിലും പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഉയർത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. ശരി, വ്യക്തമാണ്. എന്തായാലും ആദ്യ ദിവസം തന്നെ പാർലമെന്റിൽ വലിയ പ്രതിഷേധത്തിനുള്ള സാധ്യതയാണ് കാണുന്നത്. നോബിൾ മരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.